ഹലോ, വെള്ളൂർ പള്ളിയിലെ പെരുന്നാളിന് പോവുകയാണേ. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും ഒരു പരിപാടിയും വിടില്ലല്ലോ എന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ പെരുന്നാളിനും ഉത്സവങ്ങൾക്കും ഒക്കെ നമ്മളല്ലാണ്ട് പിന്നെ ആരാ പോകണ്ടേ? പത്തനംതിട്ട ഒറിജിനൽസ് ടീമിൻ്റെ മെഗാ ഷോയും കൂടി ഉണ്ടായിരുന്നേ, അതവിടെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ലൈറ്റിൻ്റെ കാര്യമൊന്നും ഞാൻ നിങ്ങളോട് പറയുകയേ വേണ്ട, എല്ലാവരും അങ്ങ് കണ്ണ് നിറയെ കണ്ടോ. സ്റ്റെപ്പ് കയറാണ്ടും അപ്പുറം വഴി ചെറിയൊരു വഴി പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് പോയത് കേട്ടോ. സ്റ്റെപ്പ് കയറി ചെന്നാലല്ലേ ഒരിതുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് ചെന്നത്. പക്ഷേ വിചാരിച്ച അത്ര എളുപ്പമല്ലായിരുന്നു സ്റ്റെപ്പ് കയറുക എന്നുള്ളത്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മേളിൽ ചെന്നപ്പോൾ തന്നെ കിതച്ചു കേട്ടോ. വിചാരിച്ച അത്ര എളുപ്പമല്ല, സൈഡിൽ വന്നാൽ മതിയായിരുന്നത് പിന്നെ ഞാൻ ചിന്തിച്ചു. പിന്നെ പള്ളിയിലെ ലൈറ്റ് ഷോ, ഇന്നലെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ പോയില്ല, ഇന്നാണ് പോയത്. ഇന്നലെ അടിപൊളി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല ആളായിരുന്നു, തിരക്ക് കാരണം. പിന്നെ ഞാനും അക്കുടുവായും കൂടെ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. നമ്മൾ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് അക്കുടുവായ്ക്കൊരു പണിയുണ്ട് കേട്ടോ. നമ്മളെ കാണിക്കുകയല്ല, പിന്നെ വിശപ്പാണ്. എല്ലാ പിള്ളേർക്കുള്ളൊരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശപ്പെന്ന് ഉദ്ദേശിക്കുന്ന പുള്ളി കഴിക്കാനൊന്നുമല്ല, പുള്ളി കളിപ്പാട്ടക്കടയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിശപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വരുമല്ലോ. പിന്നെ കളിപ്പാട്ടക്കടയിലൊക്കെ കയറി അവർക്ക് ഇഷ്ടമുള്ള 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എത്ര വലുതായെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണ് ഇത് ഇങ്ങോട്ടേ പോകുള്ളൂ കേട്ടോ. എൻ്റെ കണ്ണ് എത്ര വലുതായെന്ന് പറഞ്ഞാലും നമ്മൾ ആ പണ്ട് മേടിച്ച സാധനങ്ങളും അതൊക്കെ ഇപ്പം കാണുമ്പോഴും നമുക്ക് മനസ്സിൽ വല്ലാണ്ടങ്ങ് കുളിർമഴയാണ്. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചില്ല കേട്ടോ. ഐസ്ക്രീം വാങ്ങാൻ ഞാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് ഐസ്ക്രീം തിന്നതിൻ്റെ കേട് ഇതുവരെ മാറിയില്ല കേട്ടോ. ജലദോഷമാണ് ആൾക്ക്, അതുകൊണ്ട് വാങ്ങിയില്ല. ഞങ്ങളും കഴിച്ചില്ല. പുള്ളി കഴിക്കാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മറ്റുള്ളവർ ഐസ്ക്രീം തിന്നണ എളിക്ക് കൈയും കൊടുത്ത് നോക്കി നിന്നപ്പോഴാണ് ലുട്ടാപ്പി കുന്തമായിട്ട് പോകണ ഒരു ലൈറ്റ് എൻ്റെ കണ്ണിൽ പെട്ടത്. അവിടെ കുറച്ച് നേരം അത് നോക്കി നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബജി കഴിക്കാൻ പോയി കേട്ടോ. മുളക് ബജി മുട്ട ബജിയാണ് നോക്കിപ്പോയത്. പക്ഷേ രണ്ടും എണ്ണയിൽ കിടന്ന് അങ്ങനെ മുരിയുമായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയത് പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ അങ്ങനെയാണോ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് കിട്ടിയത്. പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.